it's Tail Frog, let's fly, let's fly. Hey, it's Tail Frog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇൻ ദ ടോൾ ഗ്രാസ് എന്ന ഒരു ടൈം ലൂപ്പ് മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's Tail Frog. ഒരുപാട് പുല്ലുകളൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു ഭാഗം കാണിക്കുകയാണ്. ക്യാമറ ഇപ്പോ മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ ഒരു പുല്ലുകളൊക്കെ കിടന്ന് ഇളകുകയാണ്. പെട്ടെന്ന് ഹെവി ആയിട്ടുള്ള ഒരു മ്യൂസിക് പ്ലേ ആവുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്തിട്ടാണ് മൂവിയുടെ പേര് കാണിക്കുന്നത്. ഈ പുല്ലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വയലിന്റെ സൈഡിൽ കൂടെ ഒരു റോഡ് ഉണ്ടായിരുന്നു. ആ റോഡിൽ കൂടെ ഒരു ചുമന്ന കളറുള്ള കാറ് വരികയാണ്. കാറിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളില് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. അവളാണ് നമ്മുടെ ഹീറോയിൻ. കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് അവളുടെ ബ്രദർ ആണ്. ആക്ച്വലി ഇവൾ പ്രഗ്നന്റ് ആയിട്ടുള്ള കാര്യം അവളുടെ ഹസ്ബൻഡിന് തീരെ ഇഷ്ടമായിട്ടില്ല. ഇത്ര പെട്ടെന്ന് കുട്ടികളൊന്നും വേണ്ടെന്നായിരുന്നു അവന്റെ അഭിപ്രായം. അതുകൊണ്ട് അബോർഷൻ ചെയ്യാനായിട്ട് അവളെ അവൻ നിർബന്ധിക്കുകയാണ്. നമ്മുടെ ഹീറോയിന് ഈ കുട്ടീനെ വളർത്തണമെന്നായിരുന്നു. ഈ കാര്യം പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തമ്മിൽ വഴക്കിടാണ്. അതുകൊണ്ടാണ് അവളിപ്പോ അവളുടെ ബ്രദറിനെ വിളിച്ചിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇവർ രണ്ടാളും കൂടിയിട്ട് അവരുടെ പേരൻസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. നമ്മുടെ ഹീറോയിൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോമിറ്റ് ചെയ്യാനായിട്ട് വരാറുണ്ട്. ഇപ്പൊ ബ്രദറിനോട് വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കാൻ പറയാണ്. അവളിപ്പോ വോമിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ബ്രദർ അവൾക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം എടുത്തു കൊടുത്തിട്ട് അവളോട് ചോദിക്കുകയാണ്, നീ ഓക്കെ അല്ലേ, എന്താ നിനക്ക് ഒരു ടെൻഷൻ ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയാണ്, എടാ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്, എനിക്ക് ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല, ഒന്നും നോക്കാതെ തിരിച്ച് അവന്റെ അടുത്തേക്ക് തന്നെ പോയാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ബ്രദർ പറയാണ്, നീ എന്താ പറയുന്നത്, നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഏകദേശം പകുതി വരെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി തിരിച്ചൊന്നും പോകണ്ടെന്ന് പറയാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്തായാലും വീടെത്താനായിട്ട് കുറച്ചും കൂടി ദൂരം ട്രാവൽ ചെയ്യാനായിട്ടുണ്ടല്ലോ, അതിനുള്ളിൽ ഞാൻ ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താന്ന് അവളിപ്പോ പറയുന്നുണ്ട്. അവളത് പറഞ്ഞ സമയത്ത് തന്നെ കാടിന്റെ ഉള്ളിൽ നിന്നും ആരോ കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. അവളിപ്പോ ബ്രദറിനോട് ചോദിക്കുന്നുണ്ട്, നീ ആ ഒരു ശബ്ദം കേട്ടോ എന്നുള്ളത്. അവനും ആ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്. ഹീറോയിനിപ്പോ എന്താ കാര്യം എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാന്ന് പറയുന്നുണ്ട്. അവിടെ തൊട്ടടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പള്ളിയുടെ മുറ്റത്തേക്ക് അവൻ കാറ് കൊണ്ടുവന്നിടാണ്. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ ആ ഒരു കാട്ടിലേക്ക് നോക്കിയിട്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാടിന്റെ ഉള്ളിൽ നിന്നും കരയുന്ന ആ ഒരു ശബ്ദം അതൊരു കുട്ടിയുടെ ശബ്ദമായിരുന്നു. കുട്ടി ഇപ്പൊ പറയാണ്, എന്റെ പേര് ടോബിൻ എന്നാണ്, ഞാൻ ഈ ഒരു കാടിന്റെ ഉള്ളിൽ വന്നിട്ട് പെട്ടുപോയിട്ടുണ്ട്, പുറത്തേക്ക് വരാനായിട്ടുള്ള വഴി ഏതാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് എന്നെ ഒന്ന് രക്ഷിക്കാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഈ സമയമായപ്പോഴത്തേക്കും ബ്രദറും കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ ആ കാടിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇപ്പൊ ഹീറോയിനും മെല്ലെ അവന്റെ പുറകെ പോകുന്നുണ്ട്. ഇവൻ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ടോബിൻ നീ എവിടെയാണ്, ഏത് ഭാഗത്താണ് ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ടോബിനും റിപ്ലൈ കൊടുക്കുകയാണ്. ഇപ്പോ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഇവന്റെ ആ ഒരു ഡയറക്ഷൻ നോക്കി അവർ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. അവന്റെ പുറകെ തന്നെ ഹീറോയിനും വരുന്നുണ്ടായിരുന്നല്ലോ. അവളിപ്പോ മെല്ലെ പോടാ ഞാനും വരുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. അവളിപ്പോ അവളുടെ ഫോൺ എടുത്തിട്ട് എമർജൻസി സർവീസിലേക്കൊക്കെ വിളിക്കാനായിട്ട് ട്രൈ ചെയ്യാണ്. എന്നാൽ കുറച്ചു ദൂരം അവൾ ഉള്ളിലേക്ക് പോയ സമയത്ത് ആ ഒരു കോള് കട്ടായി പോകുന്നുണ്ട്. ഇപ്പൊ നോക്കുന്ന സമയത്ത് അവളുടെ ബ്രദറിനെ ആ ഒരു ഭാഗത്തൊന്നും കാണാനായിട്ടുണ്ടായിരുന്നില്ല. അവനിപ്പോ വിളിച്ചു പറയാണ്, നീ എങ്ങോട്ടേക്കാ പോയത്, ഒന്ന് മെല്ലെ പോടാ എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് വീണ്ടും നടന്നു കയറി പോവാണ്. ഇപ്പൊ ബ്രദറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഈ ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ ആ പയ്യന്റെ പേരും വിളിച്ചു പറഞ്ഞ് അങ്ങനെ മുന്നോട്ടേക്ക് നടന്നു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവൻ ഒരു ചെളിക്കുണ്ടിലേക്ക് പോയി ചവിട്ടുകയാണ്. കാലൊക്കെ ചെളിയായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും മുന്നിലേക്ക് നടക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയപ്പത്തേക്കും ടോബിന്റെ ശബ്ദം പല ഡയറക്ഷനിൽ നിന്നും വരുന്ന പോലെയാണ് അവന് തോന്നുന്നത്. ഇപ്പൊ ഹീറോയിന്റെ ശബ്ദവും ഒരുപാട് ദൂരത്തുനിന്ന് കേൾക്കുന്ന പോലെയാണ് അവന് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും ഈ ഒരു ശബ്ദം ഒരുപാട് ദൂരത്തുനിന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നീ എവിടെയാണ് എന്നൊക്കെ അവനിപ്പോ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഹീറോയിനും ഇപ്പൊ വിളിച്ചു പറയാണ്, ഞാൻ ഈ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത്. ബ്രദർ പറയുന്നുണ്ട്, നീ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു ഭാഗത്ത് നിൽക്ക്, ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നാലല്ലേ അവന് ഇവള് നിൽക്കുന്ന ഡയറക്ഷൻ എവിടെയാന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രദറും ഈ ഒരു ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോ അവൻ പെട്ടെന്ന് നിൽക്കുകയാണ്. എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ അവളുടെ വോയിസ് വരുന്നത് തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ്. അവനിപ്പോ ആകെ കൺഫ്യൂഷൻ ആവാണ്. നീ എന്താ കളിക്കുകയാണ്, എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവനിപ്പോ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേർക്കും അവർ നിൽക്കുന്ന ഡയറക്ഷൻ ഏത് ഭാഗത്താന്നുള്ളത് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് ഹീറോയിൻ ഇപ്പോ ഒരു ഐഡിയ പറയാണ്. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഒരേ സമയത്ത് മേലേക്ക് ചാടാ, ആ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനായിട്ട് കഴിയുമല്ലോ. അങ്ങനെ ഡയറക്ഷൻ മനസ്സിലാക്കാന്ന് തീരുമാനിക്കുകയാണ്. ഇപ്പൊ ബ്രദർ പറയുന്നുണ്ട്, നീ പ്രഗ്നന്റ് അല്ലേ, നിനക്ക് ചാടാനൊക്കെ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ല, ഞാൻ പറയുന്ന സമയത്ത് നീ ജമ്പ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ 1 2 3 എന്ന് കൗണ്ട് ചെയ്തിട്ട് മേലേക്ക് ചാടുകയാണ്. അതേ സമയത്ത് തന്നെ ബ്രദറും ചാടുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോ അവളുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അവൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് രണ്ടുപേർക്കും കുറച്ച് ആശ്വാസമാണ്. എന്നാൽ കറക്റ്റ് ആയിട്ട് എവിടെയാന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒന്നും കൂടി ചാടാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ചാടുമ്പോഴാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപാട് ഡിസ്റ്റൻസിലാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് രണ്ടുപേരെ കിളി പോകുന്നുണ്ട്. ഇപ്പോഴാണ് ഇവർക്ക് ഇതിലുണ്ടായിരുന്ന ആ ഒരു അപകടം മനസ്സിലാവുന്നത്. പേടിച്ച്
വരേണ്ടിട്ട് ബ്രദർ മുന്നോട്ടേക്ക് ഓടുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബ്രദർ ഇപ്പോ ഓടി വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചളിയിലേക്ക് തന്നെ അടിച്ചു തല്ലി വീഴാണ്. ആ ചളിയൊക്കെ ഇപ്പൊ അവന്റെ വായിൽ വരെ കയറുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ തുപ്പിയിട്ട് അവൻ മെല്ലെ എണീക്കുകയാണ്. ആ ഒരു സമയത്ത് അവിടെ സൈഡിലുണ്ടായിരുന്ന പുല്ലിന്റെ ഇടയിൽ എന്തോന്ന് അവൻ കാണുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ഡോഗ് അവിടെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കോർണറിൽ ഫ്രെഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം കണ്ടിട്ട് ബ്രദർ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. അവനിപ്പോ അലറി വിളിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയിൻ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അതൊന്നുമില്ല, ഇവിടെ ഒരു ഡോഗ് മരിച്ചു കിടക്കുന്നുണ്ട്, അത് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ മെല്ലെ എണീക്കുകയാണ്. എടാ, ഈ ഒരു സ്ഥലം കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്, നീ എന്തായാലും പേടിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാന്നൊക്കെ അവളിപ്പോ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പുല്ലിന്റെ ഇടയിൽ കൂടെ തന്നെ ശബ്ദം വരുന്ന ഡയറക്ഷൻ നോക്കിയിട്ട് ഇവർ വീണ്ടും നടന്നു നോക്കുകയാണ്. ഇവർ ഈ ഒരു പുല്ലിന്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. അങ്ങോട്ടേക്കും പേരൊക്കെ വിളിച്ചിട്ട് ഒരുപാട് ദൂരം നടന്നുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് ക്ഷീണം വരികയാണ്. അവളിപ്പോ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ആലോചിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു പുല്ലൊക്കെ ഇങ്ങനെ ഇളകുന്ന ശബ്ദം കേട്ടിട്ട് അവൾ നോക്കുമ്പോ ആരും അവിടേക്ക് നടന്നു വന്നു എന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവസാനം അവൻ എന്നെ കണ്ടുപിടിച്ചല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തില് അവളിപ്പോ മെല്ലെ എണീറ്റ് നിൽക്കുന്നുണ്ട്. എന്നാൽ വന്നത് അവളുടെ ബ്രദർ ആയിരുന്നില്ല. പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ഒരാളെ കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ തന്നെ പേടിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയപ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്നെ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എന്റെ വൈഫിനെയും കുട്ടീനെയും തെരഞ്ഞിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ചു നേരത്തെ ഒരു കുട്ടി കരയുന്ന ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് എന്റെ മോനാണ്, അവനെ തെരഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിനക്ക് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് വന്നാൽ മതി, ഞാൻ പുറത്തേക്ക് ആക്കാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവള് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി അറിയില്ല, പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ കിടന്ന് ചുറ്റി തിരിഞ്ഞ് കളിക്കുന്നത്, നിങ്ങൾക്ക് പുറത്തേക്ക് പോയിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്റെ വൈഫും മോനും ഈ കാടിന്റെ ഉള്ളിലുണ്ട്, അവരെ കൂട്ടാതെ ഞാൻ എങ്ങനെയാണ് പുറത്തു പോവാ, ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ വന്ന് പെട്ടുപോയതാണ്, നീ ഇപ്പൊ എന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ കൂടെ വാന്ന് പറയാണ്. ഇപ്പൊ ഹീറോയിനും വിശ്വസിക്കാതെ വേറെ വഴിയൊന്നുമില്ല. ഇപ്പോ അയാളുടെ കൂടെ പോകാൻ തന്നെ അവൾ സമ്മതിക്കുകയാണ്. നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാനായിട്ട് പാടില്ല, സ്ട്രെയിറ്റ് ലൈനായിട്ട് വേണം നമ്മൾ സഞ്ചരിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ മുന്നിൽ നടക്കുന്നുണ്ട്. ഹീറോയിനും അയാളുടെ പുറകെ തന്നെ പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ബ്രദറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനും വേറൊരു സ്ഥലത്ത് കൂടി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. നടന്നിട്ട് അവനും നല്ല രീതിയിൽ തന്നെ ടയർഡ് ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹീറോയിന്റെ പേര് വിളിച്ചു നോക്കും, ഇവന് റിപ്ലൈ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഫീൽഡിന്റെ പല ഭാഗത്തു നിന്നായിരുന്നു ആ ഒരു ശബ്ദം വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആവാണ്. അവസാനം മടുത്തിട്ട് അവൻ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണ്. എന്നെ കൊണ്ട് അവളെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും തോന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബാക്കിൽ ഒരു ശബ്ദം വരികയാണ്, നിനക്ക് തീർച്ചയായിട്ടും അവളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവൻ തിരിഞ്ഞു നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഒരു ചെറിയ പയ്യനായിരുന്നു അത്. ഇവനാണ് ഇവര് തെരഞ്ഞു വന്നിട്ടുള്ള ടോബിൻ ഇപ്പോ അവനോട് പറയാണ്, നിനക്ക് എന്തായാലും അവളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഇവിടെ വെച്ചിട്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയിന്റെ ബ്രദറിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ആവാണ്. നീ എന്തൊക്കെയാ പറയുന്നത്, നീയല്ല ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, വിളിച്ചത് ഞാനാണ്. ഇതേപോലെ ആരോ ഒരാൾ വിളിച്ചിട്ടാണ് ഞങ്ങളും ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നിന്റെ ചേച്ചി അധികം വൈകാതെ മരിക്കാനായിട്ട് പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവൻ ഭയങ്കര ഷോക്ക് ആവുന്നുണ്ട്. നിനക്ക് എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ പയ്യൻ പറയാണ്, ഇവിടെയുള്ള ഈ ഒരു കാടിന് എല്ലാ കാര്യങ്ങളും അറിയാം, കാടിന് നടുക്കായിട്ടുള്ള ഒരു വലിയ റോക്ക് ഉണ്ട്, അതാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നിങ്ങനെ പറയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റോക്ക് എവിടെയെന്ന് കാണിച്ചു തരാനായിട്ട് ബ്രദർ ഇപ്പൊ പറയുന്നുണ്ട്. ടോബിനും ഇപ്പോ അവനെ കൂട്ടിയിട്ട് ആ ഒരു റോക്കിന്റെ അടുത്തേക്ക് പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോയിനും ആ ഒരു വന്ന ആളുടെ പേര് ആഡം എന്ന് വരുന്നു. അവരിപ്പോ ഒരുപാട് നടന്ന് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇതിനിടയിൽ ആഡം അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എത്രാമത്തെ മാസമായി? ഇപ്പൊ ഹീറോയിൻ പറയാണ്, എനിക്ക് 6ാമത്തെ മാസമാണിത്. 6ാമത്തെ മാസമാണോ? അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ നിനക്ക് കുട്ടി ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്കും എന്റെ വൈഫിനും അങ്ങനെ തന്നെയായിരുന്നു. ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഹീറോയിന്റെ മുഖത്താണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ വരുന്ന പോലെ ആഡമിന് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അവൻ. അത് പിന്നെ എന്റെ ഹസ്ബൻഡ് അവനൊരു ഫാദർ ആവാനായിട്ടൊന്നും റെഡി ആയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളിപ്പോ പറയുന്നുണ്ട്. അങ്ങനെയാണോ? ആ കാര്യങ്ങളൊക്കെ ശരിയാവും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ എന്തോ ഒരു കാര്യത്തിന്റെ മുകളിലേക്ക് ചവിട്ടുന്നുണ്ട്. ഒരു ബോക്സും അതുപോലെ തന്നെ കുറച്ച് മരുന്ന്, ടാബ്ലറ്റ്, എന്തൊക്കെയോ കാര്യങ്ങൾ നിലത്തിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതിന് തൊട്ടടുത്തായിട്ട് ഒരു കത്രികയും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം നോക്കിയതിനു ശേഷം അവളിപ്പോ നേരെ നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആഡമിന് അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ആഡം നിങ്ങൾ എങ്ങോട്ടാണ് പോയതെന്നൊക്കെ അവളിപ്പോ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. റെസ്പോൺസ് ഒന്നും കേൾക്കാത്തതുകൊണ്ട് തന്നെ അവളിപ്പോ പേടിച്ച് മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഹീറോയിന്റെ ബ്രദറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പയ്യന്റെ പുറകെ അവനും വരുന്നുണ്ടായിരുന്നു. ഇവര് വന്നിട്ട് വലിയൊരു കല്ലിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ സമയത്ത് ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ആ ഒരു കല്ലിന്റെ മുകളിൽ തൊടുകയാണ്. ഇവൻ കല്ലിന്റെ മുകളിൽ തൊട്ട അതേ സമയത്ത് അവന്റെ കയ്യിലുള്ള രോമങ്ങളൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുകയാണ്. ഈ ഒരു കല്ലിന്റെ മുകളിൽ തൊട്ടാൽ നിനക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. ബ്രദർ ഇപ്പൊ മുന്നോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ആ ഒരു കല്ലിൽ തൊടണോ വേണ്ടയോ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ അവൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ രണ്ട് കൽപ്പിച്ചിട്ട് അവൻ ആ ഒരു കല്ലിന്റെ മുകളിൽ തൊടുകയാണ്. അതേ സമയത്ത് തന്നെ ഇവൻ എന്തോ ഒരു വിഷ്വൽ കിട്ടുന്നുണ്ട്. ആ വിഷ്വൽ കണ്ടിട്ട് ഇവൻ നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. അവനിപ്പോ നമ്മുടെ ഹീറോയിന്റെ പേര് വിളിച്ചിട്ട് ഉറക്കെ കരയാണ്. എന്നിട്ട് അവളെ തെരഞ്ഞിട്ട് ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് ഓടി പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിനക്കൊന്നും മാറ്റാനായിട്ട് പറ്റില്ല, അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ വിളിച്ചു പറയാണ്. ഇപ്പൊ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനും അവളുടെ ബ്രദറും വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വഴിക്ക് തന്നെ വേറൊരു കാർ വരുന്നുണ്ട്. കാർ നേരെ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്യൂവൽ സ്റ്റേഷനിലേക്ക് കയറാണ്. കാറിൽ നിന്നും തൊപ്പി വെച്ച ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഒരു സിഗരറ്റ് ഒക്കെ കത്തിച്ചിട്ട് അവൻ അങ്ങനെ വലിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഫ്യൂവൽ സ്റ്റേഷന്റെ ഓണർ പുറത്ത് വന്നിട്ട് ആ ഒരു സൈൻ ബോർഡ് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ സിഗരറ്റ് വലിക്കാനായിട്ട് പാടില്ലല്ലേ, സോറി എന്ന് പറഞ്ഞിട്ട് അതിപ്പോ അവൻ ചവിട്ടിക്ക് എടുത്തുന്നുണ്ട്. ഇപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ അവരെ കാണിച്ചു കൊടുക്കുകയാണ്.
ആ ഒരു ഫോട്ടോയിലുണ്ടായിരുന്നത് നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ അവളുടെ ബ്രദറും ആയിരുന്നു. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെ ഹീറോ എന്ന് വിളിക്കാം. ഈ ഫോട്ടോയിലുള്ള ആൾക്കാരെ നിങ്ങൾ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഫ്യൂവൽ സ്റ്റേഷന്റെ ഓണർ ഇപ്പോൾ ഇല്ലാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു കാർ എടുത്തിട്ട് വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. ആ ഒരു പള്ളിയിലേക്കും അവനൊന്ന് നോക്കുകയാണ്. എന്നാൽ അവിടെ ഒന്നും ആരെയും കാണാത്തതുകൊണ്ട് തന്നെ അവൻ മുന്നോട്ടേക്ക് ഓടിച്ചു പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ പള്ളിയുടെ മുറ്റത്ത് ആ ചുമന്ന കാർ കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ നേരെ ആ ഒരു കാറിന്റെ അടുത്തേക്ക് പോവാണ്. ഇത് അവരുടെ വണ്ടിയാണല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ ആ ഒരു കാറിന്റെ ചുറ്റും നടന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ ഒരു കാർ മുഴുവൻ ഡസ്റ്റ് ആയിരുന്നു. അതിനർത്ഥം കുറച്ച് നാള് അത് ഇവിടെ കിടന്നിട്ടുണ്ടെന്നാണ്. അത് മാത്രമല്ല ഉള്ളിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ ബ്രദർ കഴിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഫുഡിന്റെ അവശിഷ്ടവും ഇങ്ങനെ ചീഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാണ്. തീർച്ചയായിട്ടും അവർ ഇവിടേക്ക് വന്നിട്ടുണ്ടാവും എന്നൊക്കെ നമ്മുടെ ഹീറോ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. അവനിപ്പോ നേരെ പള്ളിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുകയാണ്. ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ പറ്റിയിട്ട് അന്വേഷിക്കാന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അകത്ത് അങ്ങനെ ആരെയും തന്നെ അവന് കാണാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ നടന്നു പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോറ് അത് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദവും അവൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവനിപ്പോ മെല്ലെ നടന്ന് പുറത്തേക്ക് വരാണ്. പുറത്തിറങ്ങി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിലത്ത് ഒരു ബുക്ക് കിടക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. ആ ഒരു ബുക്ക് അവനിപ്പോ കയ്യിലെടുത്ത് പിടിക്കുകയാണ്. തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് ഹീറോയിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ബുക്ക് കിടന്ന ഡയറക്ഷനിൽ അവൻ മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ പോയിട്ട് ആ ഒരു കാട് കിടന്ന് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ തിരിച്ചു വരാനുള്ള വഴി തിരിച്ചറിയാനായിട്ട് ഇവൻ പോകുന്ന ഭാഗത്തുള്ള പുല്ലൊക്കെ ഇങ്ങനെ ഒടിച്ച് കെട്ടി വെക്കുന്നുണ്ട്. എന്നാൽ ഇവൻ മുന്നോട്ടേക്ക് നടന്നതിന്റെ തൊട്ടു പുറകെ ആ ഒരു കെട്ടും മെല്ലെ മെല്ലെ അഴിഞ്ഞു വരികയാണ്. ഇതൊന്നും തന്നെ അറിയാതെ നമ്മുടെ ഹീറോ മുന്നോട്ടേക്ക് നടന്നു പോവാണ്. എന്നാൽ ഇവൻ പോകുന്നതിന്റെ ഇടയിൽ ഒരു സെക്കൻഡ് ഒന്ന് സ്റ്റക്ക് ആവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് എടുത്തു വെച്ച അതേ സമയത്ത് തന്നെ ഇത്രയും നേരം അവന്റെ മുന്നിലുണ്ടായിരുന്ന സൂര്യൻ പെട്ടെന്ന് തന്നെ ബാക്കോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഈ ഒരു കാര്യം കണ്ടിട്ട് ഇവൻ നല്ല രീതിയിൽ തന്നെ ഷോക്ക് ആവാണ്. അങ്ങനെ ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നടന്നിട്ട് ഒരു സ്ഥലത്ത് അങ്ങനെ കിടക്കായിരുന്നു. പെട്ടെന്ന് സൈഡിലുള്ള പുല്ലിന്റെ ഇടയിൽ നിന്നും ഇപ്പൊ എന്തോ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്. ഇവൻ മെല്ലെ എണീറ്റ് നോക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ഭാഗത്ത് പ്രത്യേകിച്ചൊന്നും അവന് കാണാനായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും തിരിച്ച് കിടക്കാനായിട്ട് വരികയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഇവന്റെ ബാക്കിൽ ആരും നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ടോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പയ്യനായിരുന്നു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. നീ ആരാടാ പെട്ടെന്ന് വന്നിട്ട് മനുഷ്യനെ പേടിപ്പിക്കുന്നോ? ഇപ്പൊ ടോബിൻ പറയാണ്, നിങ്ങളുടെ പേര് ട്രാവിസ് എന്നല്ലേ? നമ്മുടെ ഹീറോയിന്റെ പേര് ട്രാവിസ് എന്നായിരുന്നു. ഇപ്പൊ ട്രാവിസ് ആണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് ഷോക്ക് ആവുന്നുണ്ട്. നിനക്ക് എന്നെ നേരത്തെ അറിയോ? നിനക്ക് എങ്ങനെ എന്റെ പേരറിയാ? അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ അവൻ ചോദിക്കുകയാണ്. ഇപ്പൊ ടോബിൻ പറയുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും തന്നെ നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇവിടേക്ക് വന്നത് നിങ്ങളുടെ വൈഫിനെ തെരഞ്ഞിട്ടല്ലേ? അവൾ എവിടെയാന്നുള്ളത് എനിക്ക് അറിയാന്ന് പറയാണ്. ഹീറോ ഇപ്പോ അവൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ടോബിൻ ആണെന്നുണ്ടെങ്കിൽ അവളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ ഒരു കാട്ടുകൂടെ അതിവേഗത്തിൽ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഹീറോയും അവന്റെ പുറകെ തന്നെ ഓടുന്നുണ്ട്. അങ്ങനെ കുറെ ദൂരം ഓടിയിട്ട് ടോബിൻ ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അവനിപ്പോ ഹീറോനോട് ഇതാണ് നിന്റെ വൈഫ് എന്ന് പറയാണ്. ഇപ്പൊ അവള് മരിച്ചു കിടക്കുന്ന കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ അവൻ ഒരുപാട് സങ്കടമാണ്. അവളുടെ അടുത്ത് വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് കരയാനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയത്ത് ടോബിൻ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അവനിപ്പോ ടോബിനെ ഉറക്കെ വിളിച്ചു നോക്കുന്നുണ്ട്. കുറെ നേരം വിളിച്ചിട്ടും അവന്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോണ്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളുടെ തൊട്ടടുത്തായിട്ട് അവൻ അവിടെ കിടക്കുകയാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പുല്ലിൽ തങ്ങി നിന്നിട്ടുണ്ടായിരുന്ന കുറച്ച് വെള്ളം നമ്മുടെ ഹീറോയിന്റെ മേത്തേക്ക് ഇപ്പൊ വീഴാണ്. അതുകൊണ്ട് തന്നെ അവനിപ്പോ ചാടി എണീക്കുന്നുണ്ട്. എണീറ്റ പാടെ തന്നെ ഹീറോയിനെയാണ് നോക്കുന്നത്. ഇവനിപ്പോ ഒരുപാട് വിഷമാവുന്നുണ്ട്. കുറച്ചു നേരത്തിന് ശേഷം ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണമെന്ന് അവനിപ്പോ പ്ലാൻ ചെയ്യാണ്. അവൻ അങ്ങനെ മുന്നോട്ടേക്ക് നടന്നു പോകുന്ന സമയത്ത് പുറത്തു നിന്നും ഒരു കാർ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവനിപ്പോ അലറി കൂവി വിളിക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദം പുറത്തുനിന്ന് കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു ശബ്ദം കേട്ടപ്പോ തന്നെ അവന് മനസ്സിലായി അത് ടോബിന്റെ ശബ്ദമാണെന്നുള്ളത്. അവനിപ്പോ ടോബിന്റെ പേര് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുകയാണ്. നമ്മളിപ്പോ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ടോബിൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് ഒരു ലൂപ്പാണ്. നമ്മുടെ ടോബിനും അവന്റെ ഫാമിലിയും എങ്ങനെയാണ് ഇവിടേക്ക് വന്നതെന്നാണ് ഇപ്പൊ കാണിക്കുന്നത്. ഒരു കാറ് ഈ ഒരു പള്ളിയിലേക്ക് വരുന്നുണ്ട്. അതിൽ നിന്നും ആഡവും അവന്റെ വൈഫും പുറത്തേക്ക് ഇറങ്ങാണ്. ഇവരുടെ മകനായിട്ടുള്ള ടോബിൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാണ്. അവന്റെ പെറ്റായിട്ടുള്ള ഒരു ഡോഗും ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഫ്രെഡി എന്നാണ്. ഫ്രെഡി ഇപ്പൊ മുന്നോട്ടേക്ക് ഓടിപ്പോവാണ്. അതുപോലെ തന്നെ ടോബിനും ഇപ്പൊ അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് ആ ഒരു കാടിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ഹീറോ ടോബിന്റെ പേര് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുന്നത് ടോബിൻ കേൾക്കുന്നത്. അവനിപ്പോ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണ്. ഇപ്പോ അവന്റെ അമ്മ അവിടേക്ക് വരുന്നുണ്ട്. അമ്മ ആ ഒരു കാടിന്റെ ഉള്ളിൽ നിന്നും ആരോ അതിന്റെ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവരും ഇപ്പൊ കാടിന്റെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് ഇവരുടെ പെറ്റായിട്ടുള്ള ആ ഒരു ഡോഗ് അത് ഈ ഒരു കാടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോവാണ്. ടോബിനും ഈ ഒരു ഡോഗിന്റെ കൂടെ തന്നെ കാടിന്റെ ഉള്ളിലേക്ക് വന്ന് കയറുകയാണ്. ഇത് കണ്ടിട്ട് ടെൻഷനായിട്ട് ടോബിന്റെ അമ്മയും അവന്റെ പുറകെ ഓടി വരുന്നുണ്ട്. ആഡോ ആണെന്നുണ്ടെങ്കിൽ ഒരു കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെല്ലാരും കൂടിയിട്ട് കാടിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കഴിഞ്ഞപ്പോ ആഡോം ഈ ഒരു കാടിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെയാണ് അവരെല്ലാരും ഈ ഒരു കാടിന്റെ ഉള്ളിൽ പെട്ടുപോയത്. ഇപ്പൊ ഹീറോ ടോബിനെ വിളിച്ചു പറയാണ്, നീ പുറത്താണുണ്ടെങ്കിൽ ഒരിക്കലും അകത്തേക്ക് വരരുതെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്തേക്കും എല്ലാവരും ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. ആഡമും അവന്റെ വൈഫും കൂടിയിട്ട് ടോമിനെ തെരഞ്ഞ് മുന്നോട്ടേക്ക് നടക്കുകയാണ്. എന്നാൽ ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ ഇവനും ഇവന്റെ വൈഫും തമ്മിൽ പിരിഞ്ഞു പോയിട്ടുണ്ട്. ആഡം ഇപ്പൊ നടന്നിട്ട് ആ ഒരു വലിയ കല്ലിന്റെ മുന്നിൽ എത്തിപ്പെടുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഹീറോയിനും അവളുടെ ബ്രദറും കൂടിയിട്ട് കാറിൽ അങ്ങോട്ട് വരികയാണ്. ഇവൾക്ക് വൊമിറ്റ് ചെയ്യാനായിട്ട് കാർ നിർത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ കാടിന്റെ ഉള്ളിൽ നിന്ന് ടോബിൻ കരയുന്ന ശബ്ദം കേട്ടിട്ട് അവൾ പുറത്തിറങ്ങുകയാണ്. അവളുടെ ബ്രദർ കാർ കൊണ്ടുവച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ടോബിനെ തെരഞ്ഞിട്ട് രണ്ടുപേരും കൂട്ടിയിട്ട് കാടിന്റെ ഉള്ളിലേക്ക് കയറാണ്. ഈ ഒരു സമയത്ത് ഹീറോയിൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോ ഹീറോയിന്റെ പേര് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും ഹീറോയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ്. അവൻ
അവനിപ്പോ ഞാൻ നിങ്ങളെ തെരഞ്ഞിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. ഇവര് സംസാരിക്കുന്നതെല്ലാം നമ്മുടെ ഹീറോയിന്റെ ബ്രദർ കേൾക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോ ഉറക്കെ വിളിച്ച് ചോദിക്കുകയാണ്, നീ ഞങ്ങളെ തെരഞ്ഞു വന്നാണെങ്കിൽ നീ എങ്ങനെയാണ് ഞങ്ങൾക്ക് മുന്നേ ഇവിടെ എത്തിയത്? ഹീറോ ഇപ്പൊ പറയാണ്, ഇവിടെ എന്തോ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് പുറത്ത് കിടക്കണമെന്ന് പറയാണ്. ഇതേ സമയത്ത് ടോബിന്റെ ഡോഗിനെ ആരോ കൊന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അവനിപ്പോ ഉറക്കെ കരയാണ്. ഇവനെങ്ങനെ കരയെന്ന് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഐഡിയ കത്താണ്. ആദ്യമായിട്ട് ടോബിനെ കണ്ടപ്പോ അവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം മാത്രം ഈ ഒരു പുല്ലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഈ ഒരു കാര്യം മനസ്സിൽ വന്ന അതേ സമയത്ത് തന്നെ അവനിപ്പോ ടോബിന്റെ അടുത്ത് വിളിച്ചു പറയുന്നുണ്ട്, നീ എവിടെയാ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്ക്, എന്നിട്ട് ഉറക്കെ കരയെ, ആ ഒരു ശബ്ദം കേട്ടിട്ട് നിന്റെ അടുത്തേക്ക് ഞങ്ങൾ വരാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ ഹീറോയിന്റെ ബ്രദർ പറയുന്നുണ്ട്, ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് പോകാന്നുള്ളതൊക്കെ ഞങ്ങൾ മുന്നേ ട്രൈ ചെയ്ത് നോക്കിയാണ്, പക്ഷെ അതൊന്നും വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഹീറോയും ഈ ഒരു കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ടോബിന് ഇപ്പൊ ഉറക്കെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇവന്റെ ശബ്ദം കേട്ടിട്ട് അവിടെ ആദ്യം എത്തിയത് നമ്മുടെ ഹീറോയിൻ ആയിരുന്നു. അവനെ കണ്ടു കഴിഞ്ഞപ്പോ അവൾക്ക് ഒരുപാട് ആശ്വാസം ആവുന്നുണ്ട്. എന്നാലും ഇവർ വഴക്കിട്ടിട്ടല്ലേ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഹീറോയിന്റെ ബ്രദർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവളെ കണ്ട സമയത്ത് തന്നെ അവൻ ഓടി വന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഹീറോയിന്റെ ബ്രദർ ഹീറോയിന്റെ അടുത്ത് ഇപ്പൊ ദേഷ്യപ്പെടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ അബോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമ്പൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവര് തമ്മിൽ തല്ലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹീറോയിൻ പറയാണ്, നിങ്ങളൊന്ന് നിർത്ത്, ആദ്യം നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാം, എനിക്ക് എന്തോ പോലെ ആവുന്നുണ്ട്, ആരോ നമ്മളെ വാച്ച് ചെയ്യാന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്ത് കിടക്കണം എന്ന് അവള് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോ ടോബിനെ എടുത്തിട്ട് അവന്റെ തോളത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നിനക്ക് ഏതെങ്കിലും ഡയറക്ഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആദ്യമൊക്കെ അവനൊന്നും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോരോ സൈഡിലേക്ക് തിരിച്ച സമയത്ത് അവൻ പറയാണ്, ഓക്കെ എനിക്കിപ്പോ ഒരു വലിയ ബിൽഡിംഗ് കാണുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോ പറയാണ്, വാ നമുക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് പോവാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടിയിട്ട് ആ ഒരു ചർച്ചുള്ള ഡയറക്ഷൻ നോക്കി പോവാണ്. ഇപ്പൊ പോകുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് വയ്യാതെ ആവുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഹീറോ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. അവനിപ്പോ ഓടി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവളിപ്പോ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഇനി വെറും 4 മാസം കൊണ്ട് നമുക്ക് കുട്ടി ഉണ്ടാവാനായിട്ട് പോകുന്നുണ്ട്, ഞാൻ അവന് വേണ്ടിയിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പേരൊക്കെ ഇപ്പൊ പറയാണ്. ഇതൊക്കെ കേട്ടപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫീലൊക്കെ വരുന്നുണ്ട്. അവനിപ്പോ പറയാണ്, ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ വയറിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താണെന്നറിയില്ല നമ്മുടെ ഹീറോയിന്റെ അനിയന് നല്ല രീതിയിലുള്ള ദേഷ്യം വരികയാണ്. അവനിപ്പോ നമ്മുടെ ഹീറോയിനെ തന്നെ ഒരുമാതിരി ദേഷ്യത്തിൽ അങ്ങനെ നോക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. ഈ സമയത്ത് പുല്ലിന്റെ ഉള്ളിൽ നിന്നും ആരോ ഇവരെ തന്നെ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പുല്ല് നമ്മുടെ ഹീറോയിന്റെ കാലിൽ ഒരയാണ്. ഇത് അവളുടെ കാലിൽ ഒരഞ്ഞ സമയത്ത് തന്നെ അവൾക്ക് എന്തൊക്കെയോ വിഷ്വൽസ് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് അവൾ തളർന്നു വീഴുകയാണ്. അവൾക്കിപ്പോ ബ്ലീഡിംഗ് ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും കൂടി പേടിച്ചിട്ട് അവളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതേ സമയത്ത് പുല്ലിന്റെ ഉള്ളിൽ നിന്നും ആഡം ഓടി വരുന്നുണ്ട്. അവൻ നേരെ വന്നിട്ട് നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിന് CPR എല്ലാം കൊടുത്തിട്ട് അവളെ രക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്യാണ്. ആഡം അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ഹീറോയിൻ എണീക്കുകയാണ്. ഈ ഒരു സമയത്താണ് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ടോബിനെ ആഡം കാണുന്നത്. അവനിപ്പോ വേഗം പോയിട്ട് ടോബിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഹൗ നിന്നെ തേടിയായിരുന്നു ഞാൻ ഇത്രയും നേരം നടന്നത്, എന്തായാലും നിന്നെ കിട്ടിയല്ലോ, എനിക്ക് ആശ്വാസം എന്നൊക്കെ ആഡം ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പോ ഇവരെല്ലാരെയും ആഡം പരിചയപ്പെടുകയാണ്. കൂട്ടത്തില് അവൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പുറത്തേക്ക് പോകാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഹീറോ ഇപ്പൊ ചോദിക്കുകയാണ്, പുറത്തേക്ക് പോകാനുള്ള വഴിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പുറത്തേക്ക് പോകാത്തത്? എന്റെ വൈഫിനെ കൂടി കണ്ടുപിടിച്ചാൽ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ പുറത്തേക്ക് പോകാനായിട്ട് പറ്റുക, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് നടക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ആഡം ഇവർക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി കാണിച്ചു തരാന്ന് പറയുന്നുണ്ട്. സ്ട്രൈറ്റ് ആയിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നത്, എന്നാലും നിങ്ങളെ ശബ്ദം കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇപ്പൊ വന്നില്ലേ, ഓക്കെ എന്തായാലും നോക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഹീറോയും പറയാണ്, ഞങ്ങൾ ഒരു ബിൽഡിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ഡയറക്ഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്, അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി നോക്കാനായിട്ട് പറയാണ്. ഹീറോ നമ്മുടെ ടോബിനെ എടുത്ത് തൊഴിൽ വെക്കുന്നുണ്ട്. എന്നാൽ ആ ബിൽഡിംഗ് ഇപ്പൊ കാണുന്നുണ്ടായിരുന്നില്ല. ആഡം ഇപ്പൊ പറയാണ്, ഇവിടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്, എന്തായാലും നമുക്ക് ഇനി കൂട്ടം തെറ്റി പോവാതെ ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് നടക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവര് മെല്ലെ മെല്ലെ നടന്ന് മുന്നോട്ടേക്ക് പോവാണ്. ആഡം ഇപ്പോ ഈ ഒരു സ്ഥലത്തെ പറ്റിയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവരെ കൂട്ടി പോവാണ്. ഇവര് പോയിട്ട് ആ ഒരു വലിയ കല്ലിന്റെ മുന്നിലാണ് ചെന്ന് നിന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഇവിടേക്ക് ഇന്നലെ ഞങ്ങളെ കൂട്ടിയിട്ട് വന്നേന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്. അപ്പൊ ആഡം പറയാണ്, നമുക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, ആ ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കല്ലാണ്. ഇപ്പോ ആർക്കും ഒന്നും മനസ്സിലാവാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ആഡം ആ ഒരു കല്ലിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ കല്ലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള കല്ലാണ്. അത് മാത്രമല്ല ഇത് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമേരിക്കയുടെ സെന്റർ ഭാഗത്താണ്. ഈ ഒരു കല്ലിനെ പറ്റിയിട്ട് പല കാര്യങ്ങളും ആഡം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. ഞങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നതാണ് പ്രധാനം, അല്ലാതെ ഈ ഒരു കല്ലിന്റെ മഹാത്മ്യൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ടെന്ന് പറയാണ്. ഓഹോ നിങ്ങൾക്ക് പുറത്തേക്ക് പോകണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കല്ലിന്റെ മുകളിൽ ഒന്ന് തൊട് എന്നൊക്കെ പറഞ്ഞിട്ട് ആഡവും ആ ഒരു കല്ലിന്റെ മുകളിലേക്ക് തൊടുന്നുണ്ട്. ഈ ഒരു കല്ലിന്റെ മുകളിൽ ഒരുപാട് ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ഒരു ലേഡീനെ അവിടേക്ക് ആരോ കൂട്ടിക്കൊണ്ടുപോയിട്ട് ബലി കൊടുക്കുന്നതായിട്ടായിരുന്നു ആ ഒരു കല്ലിൽ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാരും തന്നെ ആ ഒരു കല്ലിൽ ടച്ച് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ആ ഒരു കല്ലിൽ ആരും തുടരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി കാടിന്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ഓടി പുറത്തേക്ക് വരികയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, ആഡത്തിന്റെ വൈഫായിരുന്നു. അവൻ പറയുന്നത് പോലെ ഒന്നും ആരും ചെയ്യരുത് എന്നൊക്കെ ആ ഒരു ലേഡി ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആഡം മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഹണി നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മുന്നോട്ടേക്ക് വരികയാണ്. ഇപ്പോ അവള് നേരെ പോയിട്ട് ടോബിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആഡം പറയുന്നൊന്നും കേൾക്കരുത്, നിങ്ങൾ ആ ഒരു കല്ലിന്റെ മുകളിൽ തുടരുന്നൊക്കെ അവള് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ആഡം മുന്നോട്ടേക്ക് വരികയാണ്. ഹണി നിനക്ക് എന്താണ് പറ്റിയത്, നിന്നെയാണ് ഞാൻ ഇത്രയും നേരം തെരഞ്ഞുകൊണ്ടിരുന്നത്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവൻ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നതോറും അവളുടെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു പേടി വരുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ ചെയ്തെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, ആ ഒരു ലേഡീനെ നിങ്ങൾ എന്താ ചെയ്തേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിർത്തുകയാണ്. ഇപ്പൊ ആടും
ആഡവും പറയുന്നുണ്ട് ഇവള് കുറെ നാളായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നോണ്ട് തന്നെ ഇവൾക്ക് എന്തൊക്കെയോ ഹാലൂസിനേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ആഡം ഇപ്പൊ പറയാണ്. എന്നാൽ ഈ ഒരു ലേഡി പറയുന്ന കാര്യം കേട്ടിട്ട് എന്തോ ഒരു കുഴപ്പം അവിടെ നടക്കുന്നുണ്ട്. ആഡം എന്തോ ഇവരെ ട്രാപ്പ് ചെയ്യാനായിട്ട് നോക്കാന്നുള്ളൊരു ഫീല് നമ്മുടെ ഹീറോയ്ക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്, ഞങ്ങൾ ഇവിടുന്ന് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവരിവിടുന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ആഡം നേരെ നമ്മുടെ ഹീറോയിനെ കയറി പിടിക്കുകയാണ്. അവൻ ഈസി ആയിട്ട് തന്നെ അടിച്ച് നിലത്തിട്ടിട്ട് അവന്റെ ഒരു കൈ അടിച്ച് ഒടിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പില് ആഡത്തിന്റെ വൈഫും അവന്റെ മോനും കൂടിയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ആഡം ചാടിയിട്ട് അവന്റെ വൈഫിനെ കയറി പിടിക്കുന്നുണ്ട്. നീ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു, നീ വളരെ വലിയൊരു തെറ്റാണ് ചെയ്തത് എന്നും പറഞ്ഞ് രണ്ട് കൈ ഉപയോഗിച്ചിട്ട് അവളുടെ തല ഇങ്ങനെ ഞെരിക്കുകയാണ്. ഇപ്പൊ തലയോട് പൊട്ടിയിട്ട് അവൾ മരിച്ചു പോവാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ടീംസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്കായി നിൽക്കുകയാണ്. അവരിപ്പോ അവിടുന്ന് ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർ ഓടിയിട്ട് പഴയ ഒരു ഫ്യൂവൽ സ്റ്റേഷന്റെ ഉള്ളിലേക്കാണ് ചെന്ന് കയറിയത്. ഇവിടെ എത്തിയ സമയത്ത് ഹീറോയിന്റെ ബ്രദർ ഹീറോയിനോട് പറയാണ്, എടാ നീ ഒരുത്തൻ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, നീ വന്നതിന് ശേഷമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മാറിയത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹീറോ ഇപ്പോ അതിനുള്ള മറുപടി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വഴക്കാവാണ്. ഇതിന്റെ ഇടയിൽ ഹീറോയിൻ പറയാണ്, ഈ ഒരു സമയത്താണോ നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്നത്, എത്ര വലിയ അപകടത്തിലാണ് നമ്മൾ പെട്ടിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ബ്രദറിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഇത് അവളുടെ ബ്രദറിന് തീരെ ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. അവൻ അവളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആഡം അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഇവർ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഓടി പോവാണ്. എന്നിട്ട് അവിടെ ഇവിടേക്കായിട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ഹീറോ കാല് സ്ലിപ്പായിട്ട് നിലത്തേക്ക് വീഴാനായിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോയിന്റെ ബ്രദർ അവനെ കയറി പിടിക്കുകയാണ്. എന്നാൽ അവനെ പിടിച്ചു വെച്ച ആ ഒരു സമയത്ത് തന്നെ അവന്റെ മനസ്സിലേക്ക് പല തോട്ടുകൾ വരുന്നുണ്ട്. നീ കാരണമാണ് ഞാനും എന്റെ ചേച്ചിയും തമ്മിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത്, നീ പോയി ചാവടാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ കൈ വിടുകയാണ്. ഹീറോ ഇപ്പൊ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ആ ഒരു ചെറിയ പയ്യൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോയിന്റെ ബ്രദർ ആണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് നീ ഇവിടെ കണ്ട കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഡം അങ്ങോട്ടേക്ക് കയറി വരികയാണ്. ഇപ്പൊ എല്ലാരും കൂടിയിട്ട് ഇറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ ഓടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന് തീരെ നടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഹീറോയിന്റെ ബ്രദറാണ് അവളെ പിടിച്ച് മുന്നോട്ടേക്ക് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഹീറോ ഇവിടെ ഒന്ന് ചോദിക്കുകയാണ്. ഹീറോയിന്റെ ബ്രദർ ഇപ്പൊ പറയാണ്, അവൻ എവിടെയെങ്കിലും പോയിക്കോട്ടെ, നമുക്ക് പോയി രക്ഷപ്പെടാന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോ അവൾക്ക് മനസ്സിലായി ഹീറോയിന്റെ ബ്രദർ ഹീറോയിനെ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എടാ നീ അവനെ എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആഡം അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് ബ്രദറും ഇപ്പൊ ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവൻ എങ്ങോട്ടേക്കൊക്കെ ഓടിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഡയറക്ഷനിലേക്ക് കൃത്യമായിട്ട് ആഡവും വരുന്നുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് അവനെ തള്ളിയിടുകയാണ്. അവന്റെ മേത്തേക്ക് ആഡം കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, നീ എത്ര ഓടിയിട്ടുണ്ടെങ്കിലും കാര്യമില്ല, നീ എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തവണയും നീ ഇതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവൻ നോക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് ഇവന്റെ ഒരുപാട് ശരീരങ്ങൾ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ആഡം അവനെ ഇവിടെ വെച്ചിട്ടാണ് പിടിക്കാറുള്ളത്. ആഡം അവിടെ വെച്ചിട്ട് അവനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ വീണത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. അവനിപ്പോ ഹീറോയിന്റെ പേരും വിളിച്ചുകൊണ്ട് ആ ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിന് കേൾക്കുകയാണ്. അവനൊന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിന് ചെറിയൊരു ആശ്വാസം വരുന്നുണ്ട്. അവനിപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നിന്റെ ബ്രദറിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഭയങ്കര ജലസ് ആയിട്ട് അവൻ എപ്പോഴും നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോ ഇപ്പോ അവളുടെ അടുത്ത് സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ആഡം അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ പിടിക്കുകയാണ്. അവളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ മുന്നത്തെ സീനിൽ അവിടെ ഒരു കത്രിക കിടക്കുന്നുണ്ടായിരുന്നില്ലേ, ആ ഒരു കത്രിക എങ്ങനെയൊക്കെയോ നമ്മുടെ ഹീറോയിനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആഡത്തിന്റെ കണ്ണിലേക്ക് തന്നെ ആ ഒരു കത്രിക കയറ്റി കൊടുക്കുകയാണ്. ഈ ഒരു പെയിനിൽ ആഡം മാറിയ സമയം നോക്കിയിട്ട് ഹീറോയിൻ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവൾക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഒരു പുല്ലുകളൊക്കെ പോലിരിക്കുന്ന ചില ക്രീച്ചേഴ്സ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ആ ഒരു ക്രീച്ചേഴ്സ് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വരികയാണ്. ഇപ്പോ അവളെ തൂക്കിയെടുത്ത് പോകുന്നുണ്ട്. മുന്നത്തെ സീനിൽ ഒരു പെണ്ണിനെ ബലി കൊടുക്കുന്നത് മാതിരി ആ ഒരു കല്ലിൽ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെയാണ് ഈ ഒരു ക്രീച്ചേഴ്സ് അവളെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. ഇതേ സമയത്ത് തന്നെ ആ ഒരു വലിയ കല്ല് കാണിക്കുന്നുണ്ട്. കല്ലിന്റെ മുകളിൽ ഒരുപാട് ഡ്രോയിങ്ങുകൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഒരു കുട്ടി ഉണ്ടാവുന്നത് പോലെയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹീറോയിനെ ആ ഒരു ക്രീച്ചേഴ്സ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഈ കല്ലിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിയിലത്തെ മണ്ണ് മൊത്തം മാറിയിട്ട് എന്തോ ഒരു കിടങ്ങ് പോലെ ഉണ്ടാവുന്നുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്ന് മരിച്ചു പോയിട്ടുള്ള ഒരുപാട് ആളുകളുടെ അസ്ഥി കൂടെ അങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ പേടിക്കുകയാണ്. അവൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ അവൾക്ക് ഭയങ്കരമായിട്ട് പെയിൻ വരുന്നുണ്ട്. അവൾക്കിപ്പോ കുട്ടി ഉണ്ടാവുകയാണ്. ഇപ്പൊ അവളുടെ ബോധം പോയിട്ടുണ്ട്. കുറച്ചു നേരത്തിന് ശേഷം അവൾ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് അവളുടെ ബ്രദറിനെയാണ് കാണുന്നത്. നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ ഡെലിവറി ഒക്കെ ഞാൻ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്, കുട്ടി സേഫ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇപ്പോ അവനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഹീറോയിനും ഇപ്പൊ കുട്ടീനെ കാണാണ്. 6 മാസത്തിൽ കുട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ അതൊരു പ്രീമച്യൂർ സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രദർ ഇപ്പൊ പറയാണ്, നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് കഴിക്കാനായിട്ട് എന്തോ ഒന്ന് കൊടുക്കുന്നുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിശപ്പില് അത് കഴിക്കുകയാണ്. എന്നാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അവൾക്ക് വരുന്നത്. നോക്കുന്ന സമയത്ത് ആ കുട്ടീനെ തന്നെയായിരുന്നു അവൻ അവൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവളിപ്പോ നോക്കുമ്പോൾ ബ്രദറിന്റെ സ്ഥാനത്ത് ആഡമിനെയാണ് കാണുന്നത്. ഇപ്പൊ ഇവള് പേടിച്ചിട്ട് ബോധം കെട്ട് പോവാണ്. കുറച്ചു നേരത്തിന് ശേഷം നമ്മുടെ ഹീറോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവർക്കുണ്ടായ കുട്ടി മരിച്ചതും അതുപോലെ തന്നെ ഹീറോയിൻ അവിടെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ അവനിപ്പോ അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. ടോബിൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവൻ പറയാണ്, അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു, ഇതൊന്നും നമുക്ക് ഒരിക്കലും തടയാനായിട്ട് സാധിക്കില്ല എന്ന് പറയാണ്. ഇപ്പൊ ഹീറോ പോയിട്ട് അവൻ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, നിനക്കൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല,
നിന്റെ അച്ഛൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആഡം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനിപ്പോ നേരെ വന്നിട്ട് ഹീറോനെ അറ്റാക്ക് ചെയ്യാണ്. ആഡം അവനെ ഭയങ്കരമായിട്ട് അടിച്ചിട്ട് അവനെ കൊല്ലാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയിന് ബോധം വരുന്നത്. അവൾ ഇപ്പോ വന്നിട്ട് ആഡത്തിന്റെ മറ്റേ കണ്ണിലേക്കും കൂടി അറ്റാക്ക് ചെയ്യാണ്. ഇപ്പൊ ആഡത്തിന്റെ 2 കണ്ണിനെയും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അഡ്വാൻറ്റേജ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹീറോ ഇപ്പൊ അവനെ അറ്റാക്ക് ചെയ്യാണ്. അവന്റെ കഴുത്തിലേക്ക് അവിടെ ഉണ്ടായിരുന്ന പുല്ല് വരിച്ചു മുറുക്കിയിട്ട് ഇപ്പൊ അവനെ കൊല്ലുകയാണ്. എന്നാൽ ഈ ഒരു സമയത്തേക്കും നമ്മുടെ ഹീറോയിൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഹീറോ ഓടി വന്നിട്ട് അവളുടെ അടുത്ത് നിന്ന് ഭയങ്കരമായിട്ട് കരയാണ്. കുറച്ചു നേരത്തിന് ശേഷം അവൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ട് അവിടുന്ന് മെല്ലെ എണീക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ടോബിൻ അങ്ങോട്ടേക്ക് വരികയാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു കല്ലില് ഒരിക്കലും നമ്മൾ തൊടാനായിട്ട് പാടില്ല എന്ന് പറയാണ്. എന്നാൽ ഹീറോ അവനെ തള്ളി മാറ്റിയിട്ട് ഇപ്പൊ നേരെ ആ ഒരു കല്ലിലേക്ക് പോയി തൊടുന്നുണ്ട്. ഇവൻ കല്ലിൽ തൊട്ട അതേ സമയത്ത് തന്നെ എന്തൊക്കെയോ ചില ശക്തികൾ അവന് കിട്ടുന്നുണ്ട്. ഈ കാട്ടിൽ നിന്നും പുറത്തു പോകാനുള്ള വഴി അവന് കൃത്യമായിട്ട് ഇപ്പൊ മനസ്സിലാവാണ്. അതിനുശേഷം അവൻ നേരെ ഹീറോയിന്റെ അടുത്തേക്ക് പോയിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലോക്കറ്റ് അത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ടോബിനോട് പറയാണ്, നമ്മൾ ഇത് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. എനിക്കിപ്പോ ഈ ഒരു കാട്ടിൽ നിന്നും പുറത്തു പോകാനുള്ള വഴി അറിയാം. പുറത്തു പോയിട്ട് അവരെ നമുക്ക് തടയണം എന്ന് പറയാണ്. ഹീറോ ഇപ്പോ ഹീറോയിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കീ ചെയിൻ നമ്മുടെ ടോബിന് കൊടുക്കുകയാണ്. എന്നിട്ട് അവനെ എടുത്തിട്ട് ആ ഒരു കാടിന് പുറത്തേക്ക് എറിയുന്നുണ്ട്. അവൻ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണുള്ളത്. അത് മറ്റെവിടെ ആയിരുന്നില്ല, പുറത്തുണ്ടായിരുന്ന ആ ഒരു പള്ളിയുടെ ഉള്ളിലാണ് അവനിപ്പോ എത്തിയിട്ടുള്ളത്. അവനിങ്ങനെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പള്ളിയുടെ പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. ടോബിനിപ്പോ ഓടിപ്പോയിട്ട് ആ പള്ളിയുടെ വാതിൽ തുറന്ന് നോക്കുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ ഹീറോയിനും അവളുടെ ബ്രദറും കൂടി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവര് എന്തോ ശബ്ദം കേട്ടിട്ട് കാടിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങോട്ടേക്ക് പോരുത് എന്ന് പറഞ്ഞിട്ട് ടോബിൻ ഇപ്പൊ പള്ളിന്റെ ഉള്ളിൽ നിന്ന് ഓടി വരികയാണ്. ഇത് കണ്ടിട്ട് അവർ അവനെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ടോബിൻ ഓടി വന്നിട്ട് അവരോട് അതിന്റെ ഉള്ളിലേക്ക് പോരുതെന്ന് പറയുന്നുണ്ട്. ഇവരാണെന്നുണ്ടെങ്കിൽ പുല്ലിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, ഒന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ പറയാണ്. ടോബിൻ എന്നാൽ അതിന് അവരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഹീറോയിന്റെ ബ്രദർ ആർക്കും അപകടം പറ്റിയിട്ടുണ്ട്, ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു പുല്ലിന്റെ ഉള്ളിലേക്ക് കയറാണ്. ടോബിൻ ഇപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കീ ചെയിൻ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവളുടെ കയ്യിലുള്ള അതേ കീ ചെയിൻ തന്നെയായിരുന്നു ടോബിൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാരാ നിനക്ക് തന്നേന്ന് ചോദിക്കണ്ട്. ഇത് ട്രാവിസ് ആണ് എനിക്ക് തന്നേന്ന് അവൻ പറയാണ്. ഹീറോയിൻ ഇപ്പോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവാണ്. അവൾക്ക് ഇപ്പൊ ചെറുതായിട്ട് തല ചുറ്റാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ ബ്രദറിനെ ഇപ്പൊ അവൾ തിരിച്ചു വിളിക്കുന്നുണ്ട്. അവനും ഇപ്പൊ തിരിച്ചു വരികയാണ്. നമ്മൾ അധിക സമയം ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ടോബിനെയും അവർ കാറിൽ കയറ്റുന്നുണ്ട്. ഇപ്പൊ ഹീറോയിൻ പറയാണ്, നമുക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇവനെ ഏൽപ്പിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബ്രദർ പറയാണ്, പോലീസ് സ്റ്റേഷനോ, അത് നമ്മൾ വന്ന വഴിയില്ലല്ലേ, നമുക്കിനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകണമെന്ന് ചോദിക്കുകയാണ്. നീ എന്നെ തിരിച്ച് ട്രാവിസിന്റെ അടുത്തേക്ക് തന്നെ വിട്ടേക്ക്, എന്റെ ഫാമിലി ഏതാന്ന് എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ബ്രദറും ഇപ്പൊ കാർ തിരിച്ചിട്ട് ഇവർ വന്ന ഡയറക്ഷനിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പുല്ലിന്റെ ഉള്ളിൽ നമ്മുടെ ഹീറോ നിൽക്കുകയാണ്. ഇവര് തിരിച്ചു പോയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ അവനും ആശ്വാസമാണ്. ആ ഒരു ആശ്വാസത്തോടെ അവൻ അവിടെ എങ്ങനെ കിടക്കുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമയുടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.